ഇന്ന് ഒരു തിരിച്ചറിയാൻ പറ്റാത്തൊരു അപരനെ വെച്ചൊരു അടിപൊളി ഒരു അച്ചാറുണ്ടാക്കിയാലോ. അപ്പോൾ ഇത് നമ്മുടെ പപ്പായ, ഓമയ്ക്ക, പിന്നെന്താ പേര് അറിയാം, ഒരുപാട് പേരുള്ളൊരു ഐറ്റം ആണല്ലേ ഇത്. തൊലിയൊക്കെ ചെത്തി കഴുകി നല്ല കുഞ്ഞു 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 കട്ട് ചെയ്ത് ഇച്ചിരി ഉത്തുപ്പോരെന്നാണ് പറയാൻ വന്നത്, ഇച്ചിരി ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പായയിലുള്ള വെള്ളം വരും. അതവിടെ ഇരിക്കട്ടെ. ആ സമയം അടുപ്പിലിട്ട് ചീനിച്ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഞാനിവിടെ കട്ടക്കായ ആയതുകൊണ്ട് അതിലേക്ക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക്, വെളുത്തുള്ളി. എനിക്ക് ഈ അച്ചാറിൽ ഇഞ്ചി ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാതെ അത് കഴിഞ്ഞ് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മൂപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയാം: മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ചിടാവൂ, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതിൽ നമ്മൾ വിനാഗിരിയാണ് നമ്മൾ ഒഴിക്കണം. വിനെഗർ നിങ്ങളാണെങ്കിൽ വിനെഗർ ഇല്ലെങ്കിൽ ഡോൺ വരി, ഒരു പ്രശ്നമില്ല. ഇച്ചിരി പുളി ഇങ്ങോട്ട് എടുക്കുക, നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക, അതൊരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുക. നമുക്ക് പൾപ്പ് വേണ്ട, ആ ഒരു പുളി മാത്രം മതി. അരിച്ചെടുത്തിട്ട് ദാ ഒഴിച്ച് ആ പൊടിയിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ചിട്ട് ലോ ഫ്ലെയിം ആയിരിക്കണം. അതിൽ ആ പപ്പായം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക.